ഇലോൺ മസ്കും എത്തിയോ കുംഭമേളയിൽ? ഇലോൺ മസ്കും കുംഭമേളയിൽ എത്തി എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. വിശ്വസിച്ചോ? വിശ്വസിച്ചില്ല. ഞാൻ പെട്ടെന്ന് ആദ്യം കണ്ടപ്പം വിശ്വസിച്ചു. പിന്നീട് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഇൻവിറ്റേഷൻ പോയിട്ടുണ്ട് കുംഭമേളയിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇനിയും കുംഭമേള ഒരുപാട് ദിവസമുണ്ട്. ഫെബ്രുവരി 23, 26 വരെ കുംഭമേള നീളുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരുപക്ഷെ ഇലോൺ മസ്ക് അല്ല മറ്റ് പല പ്രമുഖരും, ലോകം കണ്ട മറ്റ് പല പ്രമുഖരും എത്തുവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം യു പിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മഹാമാമാങ്കമാണ്. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്ന ഒരു അത്ഭുത സുന്ദരകരമായിട്ടുള്ള ഒരു കാഴ്ച. ഇന്ത്യയുടെ ശക്തി യഥാർത്ഥത്തിൽ വിളിച്ചോതുന്ന ഒരു മഹാകാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം വഹിക്കുന്നത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥുമാണ്. യോഗി ലോക ശ്രദ്ധേയനാകുന്നു. അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആദിത്യനാഥ് ആയിരിക്കുമോ എന്നുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. ഈ കുംഭമേളയിലേക്ക് കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഇത്രയും ജനകോടികളെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്, എത്രമാത്രം സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ കണ്ടുപഠിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഹാർവാർഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും നിരവധി ആളുകൾ എത്തിച്ചേരുന്നു. അങ്ങനെ നിരവധി സവിശേഷതയുള്ള, നിരവധി പ്രത്യേകതയുള്ള സന്യാസിമാരാൽ ശ്രദ്ധിക്കപ്പെടുന്ന, വൈറലാവുന്ന ഈ കുംഭമേള കാഴ്ചയിൽ ഇലോൺ മസ്കും എത്തിച്ചേരുമോ എന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. അതിനിടയിൽ ചില ഫോട്ടോസൊക്കെ പ്രചരിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കഴിവിനാൽ നിർമ്മിക്കപ്പെട്ട ചില ഫോട്ടോസ്. അതിൽ കുംഭമേളയിൽ സ്നാനം ചെയ്യുന്ന ഇലോൺ മസ്ക്, ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അങ്ങനെയുള്ള താലിബാനിലെ നേതാക്കന്മാർ തുടങ്ങിയവരുടെയൊക്കെ ചിത്രങ്ങളൊക്കെയാണ് പ്രചരിക്കുന്നത്. അല്ല, താലിബാനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ഇന്ത്യയുമായി താലിബാൻ ഏറ്റവും അടുത്ത ബന്ധമാണ്. ഞങ്ങളുടെ മണ്ണിൽ ഇന്ത്യക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല എന്ന് ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് താലിബാൻ. താലിബാനുമായി ഇന്ത്യൻ പ്രതിനിധി ചർച്ച നടത്തിയപ്പോൾ താലിബാന്റെ പ്രതിനിധികൾ പറഞ്ഞതാണ്, പാകിസ്ഥാനെ ഒരു ഭീകരവാദികളെയും ഞങ്ങളുടെ മണ്ണിൽ കൊണ്ടുവന്ന് ഇന്ത്യക്കെതിരെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട്, തീവ്രവാദ പ്രവർത്തനത്തിലൂടെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഉണ്ടാക്കില്ല. ഇന്ത്യയുടെ സഹായം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ അവർക്ക് വിസ നൽകണം, അവരെ ഇരു കൈ നീട്ടി സ്വീകരിക്കണമെന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അറിയാം താലിബാൻ എന്ന് പറയുന്നത് ഒരു മത രാഷ്ട്രമാണ്. മതത്തിന്റെ എല്ലാ രീതികളും പിന്തുടരുന്ന, അല്പ തീവ്രവാദമൊക്കെ കയ്യിലുള്ള ഒരു രാജ്യമാണ് താലിബാൻ എന്നുള്ളത്. അപ്പോൾ ആ താലിബാൻ പറയുന്നത് എല്ലാം വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും കുട്ടികൾ വരുമ്പോൾ അത് കൃത്യമായ നിയമ നടപടികളൊക്കെ നോക്കി ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ താലിബാനിലെ ഒരു നേതാവിന് കുംഭമേളയ്ക്ക് വന്നുകൂടെ, ഇലോൺ മസ്കിന് കുംഭമേളയ്ക്ക് വന്നുകൂടെ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് വന്നുകൂടാ? ഇനി ഏത് മതത്തിലുള്ള, ഏത് ജാതിയിലുള്ള, ഏത് വിശ്വാസത്തിലുള്ള, ഏത് സമുദായത്തിലുള്ള ആർക്ക് വേണമെങ്കിലും കുംഭമേളയിൽ പോകാം എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായി പ്രയാഗ്രാജിലെ കുംഭമേളയിൽ പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ അവിടെ സ്ത്രീകൾ പോകുന്നില്ലേ എന്ന് ചോദിക്കും. അവിടെ നിരവധി സ്ത്രീകൾ. പക്ഷേ നമ്മളൊക്കെ വളർന്നു വന്ന ഒരു ചുറ്റുപാടുണ്ടല്ലോ. 3.5 കോടി 100 ജനങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് പോയാൽ തന്നെ എപ്പോഴും സൂക്ഷിക്കണം എന്ന് പറയുന്നവരാ എൻ്റെ വീട്ടിൽ. എൻ്റെ അമ്മയൊക്കെ ഞാൻ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ തീരും വേണമെങ്കിൽ ഇതേമേ ഈ ആളിൻ്റെ ഇടയ്ക്ക് കയറി കൊച്ചിനെന്തെങ്കിലും സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം ഒരു ചിന്താഗതിയുള്ളവരായതുകൊണ്ടും പിന്നെ യു പി പോലുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടാൽ എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഉള്ളൊരു സംശയത്തെ. യു പി ഒക്കെ ഇപ്പൊ ഒരുപാട് മാറി. യോഗി യു പിയെ വേറൊരു തലത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബുൾഡോസറൊക്കെ വെച്ചിട്ട് യോഗി അങ്ങ് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് യു പിയെ. വികസനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ടാണെങ്കിലും, പിന്നെ എന്താ പറയുക, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, എന്തിന്റെ കാര്യത്തിൽ യു പി മുന്നിട്ട് നിൽക്കുന്നു. വൃത്തിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പണ്ട് നമുക്ക് യു പിയിൽ പോകാൻ പറ്റില്ല എന്ന് പലരും പറയണ കേട്ടിട്ടുണ്ട്. ഇപ്പോഴൊക്കെ യു പി, ഉത്തർപ്രദേശ് ആകമാനം മാറ്റിയെടുക്കാൻ യോഗിക്ക് കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെ ഒരു നിഴലായി നടന്ന് ആ സ്റ്റെപ്പുകൾ കയറുന്ന നിഴലിനെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു മൊട്ടത്തലയുള്ള കാവ്യവേഷധാരിയായ ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെ അങ്ങനെ നടന്നു കയറുകയാണ്. ആ മോദിയുടെ രൂപം ഒന്ന് മാറിയാൽ ഈ നിഴൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ആ നിഴലിന് കൃത്യമായ ഒരു മുഖമുണ്ട്, ഒരു ശരീരമുണ്ട്. ആ നിഴൽ നമ്മെ എന്താ പറയുക, നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ധീരനായ ഒരു RSS പ്രവർത്തകൻ, യു പി മുഖ്യമന്ത്രി എന്നൊക്കെ ഉള്ള ഒരു ധീരനായ ഒരു നേതാവിനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഒട്ടും സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും അത് യോഗി ആദിത്യനാഥാണ്.
കുംഭമേളയിലെ 45 കോടി ജനങ്ങളെ സംഘടനാ മികവ് കൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ ഒരു ആപത്തും വരുത്താതെ അവരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട്, കാരണം 45 കോടി ജനങ്ങൾ വന്നു പോകുന്ന ഒരു മേളയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു മതസ്പർദ്ധയുണ്ടാകാം, ഒരു ആക്രമണം ഉണ്ടാകാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ സംരക്ഷണവും കൃത്യമായ ചുമതലകൾ ഓരോരുത്തർക്കും നൽകിക്കൊണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു, അമിത്ഷാ വരുന്നു, വേണമെങ്കിൽ ട്രംപും വരാം. ഗംഗാജലം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ആഴ്ചയും ഗംഗയുടെ ജലത്തിന്റെ ശുദ്ധി കൃത്യമായി വിലയിരുത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ യോഗി മാറുകയാണ്, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് യോഗിയിലൂടെ മാറുകയാണ്. കുംഭമേള അതിലും അത്ഭുതമായി മാറുകയാണ്. അപ്പോൾ പലരും വരാം. നമ്മൾ പറയും പോലെ ഇപ്പോ എന്താ പറയാ, ആയത്തുള്ള ഖമൈനി അദ്ദേഹത്തിന് എഴിച്ചു നടക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹവും വരും. വേണമെങ്കിൽ ഇനി ഇസ്രായേൽ പ്രസിഡന്റ് നെതന്യാഹുവിന് വരണോ വരും, ട്രംപിന് വരണോ വരും, പുടിന് വരണോ വരും. കാരണം ഇത് UAE കാരണം ഇത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും വളരെ അത്ഭുതകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുംഭമേള എന്ന് പറയുന്നത്. കാരണം അവരുടെ രാഷ്ട്രങ്ങളിൽ ഇത്രയും ആളുകൾ ഒരു മഹാ ഉത്സവം കൊണ്ടാടി തടിച്ചുകൂടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അമ്പരന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ പലരും പറയും എന്താ പറയുക, ഇതൊക്കെ BJP സർക്കാരിന്റെ രാഷ്ട്രീയമാണ്. അമിത്ഷാ ഇന്നലെ പറഞ്ഞു, ഇനി മുഗളന്മാർ ഭരിക്കാൻ വന്നാലും കോൺഗ്രസ് ആണ് ഭരിച്ചാലും കുംഭമേള ഇവിടെ നടന്നിരിക്കും, അതിലൊരു മാറ്റവും വേണ്ട. BJP സർക്കാർ അല്ല ഭരിക്കുന്നതെങ്കിലും കുംഭമേള നടക്കുമോ, അത് നടന്നിരിക്കുക തന്നെ ചെയ്യും, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ജാതി മത മറ്റുള്ള ബാരിയേഴ്സ് ഒക്കെ മറന്നുകൊണ്ട് ആളുകൾ എല്ലാവരും ഒന്നും നോക്കാതെ സംഗമിക്കുന്ന ഒരു സംഗമത്തിന്റെ, ഒരു മഹാസംഗമത്തിന്റെ ഭൂമിയാണ്. ഭൂമിയിലുള്ള എല്ലാവരും ഇവിടെ ഒത്തുചേരുന്നുണ്ട്. അപ്പൊ അതിന് അങ്ങനെ ഒരു വല്ലാത്ത മാനവും തലവും ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ ചില കുത്തിത്തിരിപ്പ് ടീമുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അവരാണ് ഈ കുംഭമേള എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുകയും ഇതിനെ തുരങ്കം വെക്കാൻ പ്രദർശിപ്പിക്കുന്ന ഒരു കോണകം പോലും ഇല്ലേ അവന്മാർക്ക്. റോഡിലൂടെ തുണിയില്ലാതെ നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതും അത്രമാത്രം മനസ്സിനും മാനസികമായിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിയവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതിന് ആളുകൾ പ്രാന്തെന്നൊക്കെ വിളിച്ചിട്ട് ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യും. അതുകൊണ്ട് ചോട്ടെ, ഇത് വേറൊരു തലമാണിത്. ആ തലത്തിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ കുംഭമേള എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു ആശയം എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ ഒരു ആശയമാണ്. അത് ലോകമഹിമയിലേക്ക് ചെന്നെത്തുന്നത് അപൂർവ കാഴ്ചയാണ്. നമുക്ക് പലതും ഗൗതം പറഞ്ഞതുപോലെ തുണിയില്ലാതെ നടന്നാൽ ഇവന് പ്രാന്താണെന്ന് ചോദിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട്. പണ്ട് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. എനിക്കെന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ ഉടനെ പറയും, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടാന്ന് പറയും. ചുമ്മാ ഇരുന്ന് തിന്നെയല്ലേ, അത് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടാന്ന് പറയും. അപ്പൊ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ നമുക്കറിയില്ല. സ്ട്രെസ്, ഇത് നമുക്കറിയില്ല എന്താ സംഭവം. പക്ഷെ ഇപ്പൊ നമുക്കറിയാം അതെന്താണ്. ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം എന്താണ്, നമുക്കത് വന്നിട്ടുണ്ട്, അതിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റും. ഡിപ്രഷൻ എന്ന് പറയുന്ന പ്രാന്തല്ല, അതൊരു മാനസിക രോഗവുമല്ല. അത് നമ്മളെ തന്നെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ, ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. ഒരു ഡിപ്രഷൻ വരുമ്പോഴാണ് നമുക്ക് നമ്മളെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മുടെ കുറവുകൾ. നമുക്ക് നമ്മളെ തിരുത്താൻ കുറെ കൂടി അതിന് പറ്റുമെന്നുള്ളതാണ്. അതുപോലെയാണ് ഇതും. ഈ കുംഭമേളയിൽ വരുമ്പോഴാണ് ഒന്നും അല്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. കുംഭമേളയിൽ വന്ന് സന്യാസിയായി മാറിയ IIT ബാബ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ഡിപ്രഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആധ്യാത്മികത എന്ന് പറയുന്ന ചിന്തയിലേക്ക് തന്നെ കടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ കുംഭമേള വലിയ രീതിയിൽ ശ്രദ്ധേയമായി തീരുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ വലിയൊരു ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇത്തരം ഉത്സവങ്ങളൊക്കെ വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. അത്തരം പ്രാധാന്യം തന്നെയാണ് കുംഭമേളയും വഹിക്കുന്നത്.